കോമഡി ഉണ്ട്, റൊമാൻറ്റിക് ഉണ്ട്, കുറച്ച് ലാഗും ഉണ്ട്. എല്ലാം കൊണ്ടും തന്നെ ഒരു മനുഷ്യന് എന്തെല്ലാം വേണമോ അതെല്ലാം ഉണ്ട്. ഇതിൽ കൂടുതലില്ല. ടിസ്റ്റിന്റെ മേനയാണ്. സിമ്പിൾ വൺ ടൈം വാച്ച് മൂവി. സൂരജ് അടിപൊളിയായിട്ടുണ്ട്. നല്ല ഇമോഷൻസ് ഒക്കെ നന്നായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും വൺ ടൈം എങ്കിലും തിയേറ്ററിൽ വന്നിട്ട് കാണാം. സൂരജ് സണിന്റെ മികച്ച നായകവേഷമാണ്. ശ്രാവണയുടെ മികച്ച നായകവേഷം. ഒരു തുരുബാവയെ ചിത്രം മികച്ചൊരു ദൃശ്യം വരുന്നത് തന്നെയാണ്. ഫീൽ ഗുഡ് ഫാമിലി റൊമാൻറ്റിക് ത്രില്ലറാണ്. എല്ലാം തിയേറ്ററിൽ നിന്ന് കാണേണ്ട ഒരു സൂരജിന്റെ മികച്ച വേഷമാണ്. പാടാത്ത മേഖലയിൽ നായകൻ സ്ക്രീനിലേക്ക് വരുമ്പോൾ എങ്ങനെയുണ്ടാവുമെന്ന് ഫുൾ ടൈം എൻഗേജിംഗ് ആയിട്ട് സൂരജിന് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ്. ഓക്കെ, ഇഷ്ടപ്പെട്ടോ? സൂരജിന്റെ നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഭാഗങ്ങൾ അവരവര് ക്ലിയർ ആക്കി പോയിട്ടുണ്ട്. കൊള്ളാം, കണ്ടിരിക്കാം. ഇഷ്ടപ്പെട്ടോ? നല്ല പടമാണ്, നല്ല ഡയറക്ഷൻ, നല്ല ക്യാമറ വർക്ക്, സൂപ്പറായിട്ട് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരാളെയും കുറ്റം പറയാനില്ല. നല്ല സിനിമയാണ്. അത് സെക്കൻഡ് ഹാഫ് ഒക്കെ എന്ന് പറഞ്ഞാൽ ടിസ്റ്റിന്റെ മേനയാണ്. എന്തായാലും തിയേറ്ററിൽ വാച്ച് ചെയ്യാനുള്ള എല്ലാ സംഭവം ഇതിലുണ്ട്. പിന്നെ ഈ ചേട്ടനാണ് അതിലെ ഒരു സസ്പെൻസ് ഞാൻ പൊട്ടിക്കുന്നത്. ഈ ചേട്ടൻ ഡബിൾ റോളാണ്. എന്തായാലും ഞെരുപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട്. നല്ല രസമുണ്ട്. പിന്നെ ഫെബ്രുവരി 14 ആ പുള്ളി ആ പുള്ളിയാണ് ഇതിനായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ല പടം, തിയേറ്റർ വാച്ചബിളാണ്. ഗുഡ് പെർഫോമൻസ്. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതലില്ല. അടിപൊളിയാ, സൂപ്പറാ. ഓക്കെ, ഒരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് ഉണ്ട്, ത്രില്ലർ ഉണ്ട്, ഫാമിലി ഉണ്ട്. എല്ലാവരും തിരിച്ചിട്ട് കാണേണ്ട സിനിമയാണ്. മലയാള സീരിയലിലാണ് അദ്ദേഹം അഭിനയിച്ചത്, പാടാത്ത പെങ്കിളി. അതിന്റെ ഫാനായിരുന്നു ഞാൻ. അപ്പോൾ പാടാത്ത പെങ്കിളിക്ക് ശേഷം മലയാള സിനിമയിലേക്ക് വരുന്നൊരു സിനിമ പറഞ്ഞാണ്. അപ്പോൾ എല്ലാ ചേരുവകളുള്ള സിനിമയാണ്. കോമഡി ഉണ്ട്, റൊമാൻറ്റിക് ഉണ്ട്, കുറച്ച് ലാഗും ഉണ്ട്. എല്ലാം കൊണ്ടും തന്നെ ഗുഡ് ആക്ടിംഗ് ആയിരുന്നു. എല്ലാവരും നൈസ്. എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കാനുണ്ട്. അപ്പോൾ അടിപൊളി, സൂപ്പർ. അതിൻ്റെ ഡയലോഗുകളും കഥയും സംവിധാനവും എല്ലാം സൂപ്പറായിട്ടുണ്ട്. കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പടം കാണുന്നത്. കാരണം ഇപ്പോൾ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് പിന്നെ പൊക്കി പറയാനൊന്നും അറിയില്ല. തെറ്റായിട്ട് തന്നെ ഞാൻ പറയും. ഇവനോട് ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ വയറ് കുറച്ചുകൂടി കുറയ്ക്കണം. അപ്പോൾ പറയാം, ഇല്ല അമ്മ, അന്നത്തെ വയറില്ല. അടിപൊളിയായിട്ടുണ്ട്. നല്ല അഭിപ്രായം. എല്ലാവരും ഈ പടം കാണണം. കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് ഒരു മനുഷ്യന് എന്തെല്ലാം വേണമോ അതെല്ലാം ഉണ്ട്. ഒരു മനുഷ്യനെ നന്നാക്കുന്നതും കേടുവരുത്തുന്നതും എന്താണ്, എങ്ങനെയെന്നുള്ളത് അതിനകത്ത് അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. വരച്ച് നമ്മൾ സ്കെച്ച് ഇടുന്നില്ല വീടുകൾക്കൊക്കെ, അതുപോലെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ആ ഒരു സംഭവം അയാൾ അത് ചെയ്യുന്നുള്ളതും. പിന്നെ അതിന് ഇത്രയും വലിയ തെളിവുകൾ. കാരണം നമ്മൾ ഇതിൻ്റെ തെളിവെടുത്ത് മറ്റേ എന്താ പറയുക, മഞ്ചത്തിൽ ശവപ്പെട്ടിയിലാക്കി വെക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞാൽ എന്തായാലും അത് എഴുതിയ അദ്ദേഹം ഭയങ്കര തലേക്കല്ലം തന്നെയാണ്.